എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചിട്ടും സാമ്പത്തികമായ തടസ്സങ്ങളോ വീട്ടിലെപ്പോഴും അശാന്തിയോ അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു വീടിന്റെ ഭാഗ്യത്തെ അടിമുടി മാറ്റാൻ കെൽപ്പുള്ള പുരാതന ഭാരതീയ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന മേരുചക്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് മേരുചക്രം? ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്? നമുക്ക് നോക്കാം. ശ്രീവിദ്യയുടെ പ്രതീകമായ ശ്രീചക്രത്തിന്റെ ത്രിമാന രൂപമാണ് മേരുചക്രം. വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഏറ്റവും ശക്തമായ യന്ത്രമായി ഇതിനെ കണക്കാക്കുന്നു. ശ്രീചക്രം പ്രധാനമായും 3 രൂപത്തിലുണ്ട്. ഭൂപ്രസ്ഥാരം. പരന്ന രൂപത്തിലുള്ള ഇത് സാധാരണ തകിടിലെഴുതി താന്ത്രിക വിധിപ്രകാരം ശക്തി വരുത്തി പൂജാമുറികളിൽ വയ്ക്കുന്നു. കൈലാസ പ്രസ്ഥാരം. ഇത് ശ്രീവിദ്യ ഉപാസകർ മാത്രം ഉപയോഗിക്കുന്നതാണ്. മേരുപ്രസ്ഥാരം. മലയുടെ ആകൃതിയിലുള്ള ഈ രൂപമാണ് നമ്മൾ സാധാരണയായി വീടുകളിൽ വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് പ്രപഞ്ച ഊർജത്തെ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുന്നു. ഇതിനെ അക്ഷയപാത്രമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. അക്ഷയപാത്രം എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത് എന്നാണല്ലോ അർത്ഥം. അതുപോലെ തന്നെ ഇത് വെക്കുന്ന വീട്ടിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം എന്നിവയ്ക്ക് ഒരിക്കലും കുറവുണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. മേരുചക്രം വച്ച് ആരാധിക്കുന്ന സ്ഥലത്ത് അഷ്ടലക്ഷ്മിയുടെ അനുഗ്രഹം വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നു. അതായത് അഷ്ടൈശ്വര്യം എന്ന് പറഞ്ഞാൽ ധനം, ധാന്യം, വിദ്യ, ശക്തി, സന്തതി, ധൈര്യം, അധികാരം, വിജയം എന്നിവ നൽകി ദേവി അനുഗ്രഹവർഷം ചൊരിയും. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജത്തെ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കാൻ ഈ രൂപത്തിന് പ്രത്യേക കഴിവുണ്ട്. നമ്മൾ സാധാരണയായി കാണുന്ന ശ്രീചക്രം ഒരു ലോഹത്തകിടിൽ വരച്ചെടുത്തതാണെങ്കിൽ അതിന്റെ ഒരു പിരമിഡ് രൂപമാണ് മേരുചക്രം. പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന മേരുപർവ്വതത്തിന്റെ ആകൃതിയിലായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇത് പ്രപഞ്ച ഊർജത്തെ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുന്നു. ഇത് പ്രധാനമായും ലക്ഷ്മി ദേവിയുടെയും ലളിതാംബികാദേവിയുടെയും ചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്നു. വീടുകളിലോ സ്ഥാപനങ്ങളിലോ മേരുചക്രം സ്ഥാപിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വീടിന്റെ നിർമ്മാണത്തിലുണ്ടാകുന്ന വാസ്തുപരമായ തെറ്റുകൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങളില്ലാതാക്കാൻ മേരുചക്രം സഹായിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ളതിനാൽ ബിസിനസ്സിലും ജോലിയിലും പുരോഗതിയും സമ്പത്തും നൽകി അനുഗ്രഹിക്കുന്നു. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ മാറ്റി പോസിറ്റീവായ ഊർജം നിറയ്ക്കുവാൻ മേരുചക്രത്തിന് പ്രത്യേക കഴിവുണ്ട്. വീട്ടിൽ കലഹങ്ങളില്ലാതാക്കാനും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും സമാധാനവും നിലനിർത്താനും മേരുചക്രം സഹായിക്കുന്നു. മേരുചക്രം ശരിയായ ദിശയിൽ സ്ഥാപിക്കുന്നത് അതിന്റെ ഫലം വർദ്ധിപ്പിക്കും. മേരുചക്രം പനിനീരിൽ കഴുകിയെടുത്ത് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം നിലത്ത് നേരിട്ട് വെക്കാതെ ഒരു മരപീഠത്തിന്മേലോ വെള്ളി താമരത്തട്ടിലോ വയ്ക്കുന്നതാണ് ഉചിതം. പീഠത്തിനു മുകളിൽ ചുവന്നതോ മഞ്ഞയോ ആയ ഒരു പട്ടുതുണി വിരിക്കുന്നത് നല്ലതാണ്. വീടിന്റെയോ ഓഫീസിന്റെയോ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇത് സാധാരണയായി വയ്ക്കാറുള്ളത്. പൂജാമുറിയിലോ ശുദ്ധിയുള്ള ഉയരമുള്ള സ്ഥലത്തോ ഇത് സ്ഥാപിക്കാം. ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ സൂക്ഷിക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളം ഇതിൽ നിറയുന്നുവോ അത്രത്തോളം ഗുണം ലഭിക്കും. ഒരു താന്ത്രികനെ കൊണ്ട് പൂജിച്ചു വാങ്ങാൻ സാധിക്കാത്തവർക്ക് ദിവസവും ഭക്തിയോടെ പ്രാർത്ഥിച്ച് മേരുചക്രത്തിന് ഊർജം പകരാം. പ്രാർത്ഥനയിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് ചക്രത്തിന് ജീവൻ നൽകുന്നത്. രാവിലെയോ സന്ധ്യക്കോ വിളക്ക് കൊളുത്തിയതിനു ശേഷം മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുന്നത് മേരുചക്രത്തിന് ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ്. മഹാലക്ഷ്മി അഷ്ടകം PDF രൂപത്തിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. മേരുചക്രം നിങ്ങൾക്ക് കടകളിലോ ഓൺലൈനായോ ലഭിക്കും. സാധാരണയായി പിച്ചളയിൽ നിർമ്മിച്ചവയാണ് കൂടുതൽ ലഭ്യമാകുന്നത്. ലോഹത്തിന്റെ ഗുണമേന്മ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. വിശ്വാസമുള്ള ഇടങ്ങളിൽ നിന്ന് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വാസ്തുദോഷങ്ങൾ കുറയ്ക്കാനും വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും മേരുചക്രം സഹായിക്കുന്നു. ഇത് വെക്കുന്നത് കൊണ്ട് ഒരു വീട്ടിൽ ലാഭമല്ലാതെ ഒരിക്കലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. ദൃഢമായ വിശ്വാസത്തോടെ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കിയാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു.
ജ്യോതിഷത്തെയും ആത്മീയതയെയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഹരി ഓം.